നമസ്കാരം. ഭാരതത്തിന്റെ പ്രതിരോധ മേഖലയിൽ പുത്തൻ ചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇസ്രായേൽ സന്ദർശനം ആസന്നമായിരിക്കുകയാണ്. ഈ സന്ദർശനത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക സഹകരണം കൂടുതൽ ദൃഢമാക്കുന്നതിനോടൊപ്പം തന്നെ ഇന്ത്യൻ വ്യോമസേനയുടെ ദീർഘദൂര ആക്രമണശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള നിർണായകമായ ചർച്ചകളും നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ അതിർത്തികളിൽ നിലനിൽക്കുന്ന സുരക്ഷാ വെല്ലുവിളികൾ നേരിടുവാൻ വ്യോമസേന ഏറെ നാളെ ആഗ്രഹിക്കുന്ന ലോങ് റേഞ്ച് എയർ ഡോമിനൻസ് ശേഷി കൈവരിക്കുക എന്നതാണ് ഈ ചർച്ചകളുടെ പ്രധാന ലക്ഷ്യം. ഇതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് ഇസ്രായേൽ വികസിപ്പിച്ചെടുത്ത സ്കൈ സ്റ്റിംഗ് എന്ന അത്യാധുനിക മിസൈൽ സംവിധാനമാണ്. ഏകദേശം 250 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഈ ബിയോണ്ട് വിഷ്വൽ റേഞ്ച് എയർ ടു എയർ മിസൈൽ ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്ത് ഇരട്ടിയാക്കാൻ പോകുന്നതാണ്. സ്കൈ സ്റ്റിംഗ് മിസൈലിന്റെ വരവ് കേവലം ഒരു ആയുധത്തിന്റെ കൂട്ടിച്ചേർക്കലല്ല, മറിച്ച് വ്യോമയുദ്ധങ്ങളിൽ ഇന്ത്യ നേരിടുന്ന വലിയൊരു പോരായ്മ പരിഹരിക്കാനുള്ള നീക്കമാണ്. പാകിസ്ഥാനും ചൈനയും തങ്ങളുടെ മിസൈൽ ദൂരപരിധി വർദ്ധിപ്പിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യക്കും സമാനമായതോ അതിലപ്പുറമോ ഉള്ള ഒരു ശേഷിയുള്ള ആയുധം ആവശ്യമാണ്. ഈ സാഹചര്യത്തിലാണ് ഇസ്രായേലിന്റെ റാഫേൽ അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റം വികസിപ്പിച്ച സ്കൈ സ്റ്റിംഗ് ഇന്ത്യയുടെ പരിഗണനയിലേക്ക് വരുന്നത്. നേരിട്ടുള്ള ഇറക്കുമതിയിലൂടെ അടിയന്തരമായി സേനയുടെ ഭാഗമാക്കുകയും പിന്നീട് ഇന്ത്യയിൽ തന്നെ നിർമ്മാണം ആരംഭിക്കുകയും ചെയ്യുക എന്ന ഘട്ടം ഘട്ടമായുള്ള പദ്ധതിയാണ് അധികൃതർ ആലോചിക്കുന്നത്. ഇത് കേന്ദ്ര സർക്കാരിന്റെ ആത്മനിർഭർ ഭാരത് പദ്ധതിക്കും തദ്ദേശീയമായ സാങ്കേതിക വിദ്യ വളർത്തുന്നതിനും വലിയ സഹായകമാകും. ഈ മിസൈൽ സംവിധാനം ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗമാക്കുന്നതിന് മുൻപായി കഠിനമായ പരീക്ഷണ നിരീക്ഷണങ്ങൾക്കും പ്ലാറ്റ്ഫോം ഇന്റഗ്രേഷൻ നടപടികൾക്കും വിധേയമാക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് 250 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഒരു മിസൈലിനെ വിമാനത്തിന്റെ റഡാറുമായും ഫയർ കൺട്രോൾ സിസ്റ്റവുമായി സംയോജിപ്പിക്കുക എന്നത് അതീവ സങ്കീർണമായ പ്രക്രിയയാണ്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കുന്ന തേജസ് മാർക്ക് 1A വിമാനങ്ങളിലായിരിക്കും സ്കൈ സ്റ്റിംഗ് ആദ്യമായി ഘടിപ്പിക്കുക. നിലവിൽ 180 തേജസ് വിമാനങ്ങൾക്കായി ഇന്ത്യ ഓർഡർ നൽകി കഴിഞ്ഞു. ഈ വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന ഇസ്രായേലി നിർമ്മിത ELM-2052 AESA റഡാറുമായി സ്കൈ സ്റ്റിംഗ് മിസൈലിനെ എളുപ്പത്തിൽ സംയോജിപ്പിക്കാൻ സാധിക്കുമെന്നത് മറ്റൊരു വലിയ നേട്ടമാണ്. ഒരേ സാങ്കേതിക ചുറ്റുപാടുകളിൽ നിന്നുള്ള റഡാറും മിസൈലും ആകുമ്പോൾ പ്രവർത്തനക്ഷമതയും കൃത്യതയും 10 മടങ്ങ് വർദ്ധിപ്പിക്കും. തേജസ് വിമാനങ്ങളുടെ നിർമ്മാണത്തിൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് നേരിടുന്ന കാലതാമസത്തിന് ഒരു കാരണം തദ്ദേശീയമായ അസ്ത്ര മാർക്ക് 1 മിസൈലുകൾ റഡാറുമായി സംയോജിപ്പിക്കുന്നതിലെ ചെറിയ വെല്ലുവിളികളാണ്. സ്കൈ സ്റ്റിംഗ് മിസൈലുകൾ എത്തുന്നതോടെ ഈ വെല്ലുവിളി മറികടക്കുവാൻ സാധിക്കുമെന്നാണ് വിലയിരുത്തുന്നത്. 3 വർഷം മുൻപ് പുറത്തിറക്കിയ സ്കൈ സ്റ്റിംഗ് നിലവിൽ വികസന ഘട്ടത്തിലാണ് എങ്കിലും ഇതിന്റെ സാങ്കേതിക മികവ് ഇന്ത്യയെ ആകർഷിച്ചിട്ടുണ്ട്. ഇലക്ട്രോണിക് വാർഫെയർ സാഹചര്യങ്ങളെ അതിജീവിക്കാനുള്ള ശേഷിയും ലക്ഷ്യം തെറ്റാത്ത ആക്രമണ പ്രഭാവവും ഇന്ത്യ അതീവ ഗൗരവത്തോടെയാണ് വിലയിരുത്തുന്നത്. തദ്ദേശീയമായ മിസൈൽ പദ്ധതികൾക്കൊപ്പം തന്നെ ഇത്തരമൊരു ആഗോള സംവിധാനം കൂടി കൈവശം വയ്ക്കുന്നത് ഇന്ത്യയുടെ പ്രതിരോധ കവചത്തിന് കരുത്തു പകരും. ഇസ്രായേലുമായുള്ള ഇന്ത്യയുടെ പ്രതിരോധ ബന്ധം നേരത്തെ തന്നെ വളരെ ശക്തമാണ്. സ്പൈഡർ എയർ ഡിഫൻസ് സിസ്റ്റം, ബാരക് 8 സ്പൈസസ് ഗൈഡൻസ് കിറ്റുകൾ തുടങ്ങിയ നിരവധി ആയുധങ്ങൾ ഇന്ത്യ നിലവിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇതിന്റെ തുടർച്ചയാണ് സ്കൈ സ്റ്റിംഗ് മിസൈലിനായുള്ള ചർച്ചകളെ ലോകം നോക്കിക്കാണുന്നത്. വ്യോമയാന രംഗത്തെ ഈ പുതിയ കൂട്ടുകെട്ട് ഇന്ത്യയുടെ പ്രതിരോധ ഭൂപടത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് ഉറപ്പാണ്. ആകാശപ്പോരിൽ ഇന്ത്യയുടെ അധീശത്വം ഉറപ്പിക്കുവാൻ സ്കൈ സ്റ്റിംഗ് മിസൈലുകൾക്ക് സാധിക്കുമോ എന്നാണ് പ്രതിരോധ ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.